ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ അലാൻഡ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു ടോപ്പിക്കുമായിട്ടാണ്, ലങ് ക്യാൻസർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലങ് ക്യാൻസറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ലങ് ക്യാൻസർ ഈസ് എ മാലിഗ്നൻറ്റ് ലങ് കാർസിനോമ or malignant lung tumor which is characterized by uncontrolled growth of cell in the lung tissue that even leads to death. If we left untreated, that leads to further metastasis of the cancer to different parts of the body. അതാണ് ലങ് ക്യാൻസർ എന്ന് പറയുക. അതായത് ഒരു ലങ്ങിലെ സെൽസിൻ്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ലങ് ക്യാൻസർ എന്ന് പറയുക. ഇനി നമുക്ക് അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ലങ് ക്യാൻസർ ഈസ് ഡിവൈഡ്സ് ഇൻറ്റു ടു ടൈപ്സ്: സ്മോൾ സെൽ ലങ് ക്യാൻസർ ആൻഡ് നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. Non-small cell lung cancer is again divides into three types. So the first one is large cell carcinoma, adenocarcinoma and squamous cell carcinoma. ഇതാണ് നോൺ സ്മോൾ സെൽ കാർസിനോമയുടെ 3 subdivisions. ഫസ്റ്റ് നമുക്ക് സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്താണെന്ന് നോക്കാം. സ്മോൾ സെൽ ലങ് ക്യാൻസർ we can see in 15% of the cases around 100 cases. ഒരു 100 കേസസിൽ ഒരു 15% ഓഫ് കേസസ് ആണ് സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ജനറലി സ്റ്റാർട്ട്സ് ഫ്രം ദ ലാർജ് ബ്രീത്തിങ് ട്യൂബ്സ്. ലാർജ് ബ്രീത്തിങ് ട്യൂബ്സിലാണ് ഇത് പ്രധാനമായിട്ട് കാണുക. അതായത് ബ്രോങ്ക്യോൾസ് പോലുള്ള ട്യൂബ്സിലാണ് ഇത് മെയിനായിട്ട് കാണുക. നെക്സ്റ്റ് ഇറ്റ് ഈസ് വി ക്യാൻ സീൻ മെയിൻലി ഇൻ ഹെവി സ്മോക്കേഴ്സ്. ഹെവി സ്മോക്കേഴ്സിലാണ് ഈ നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ മെയിനായിട്ട് കാണുന്നത്. And it is quickly and rapidly spreading and aggressive. ഇത് ഏറ്റവും ക്വിക്കായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ് സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ. അതിൻ്റെ സബ്ഡിവിഷൻസ് ആയ ലാർജ് സെൽ കാർസിനോമ എന്ന് നോക്കാം. അപ്പം ലാർജ് സെൽ കാർസിനോമ ദാറ്റ് വി ക്യാൻ സീൻ ഇൻ 10 to 20% ഓഫ് ദ കേസസ്. ഇൻ ദിസ് ക്യാവിറ്റേഷൻ ഈസ് കോമൺ. സോ ക്യാവിറ്റേഷൻ ഹോൾസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ സ്ലോ മെറ്റാസ്റ്റാസിസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി സച്ച് എസ് കിഡ്നി, ലിവർ എക്സെട്ര. അപ്പം ഇത് സ്ലോ മെറ്റാസ്റ്റാസിസിനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ മേ ബി ലൊക്കേറ്റഡ് സെൻട്രലി, മിഡ് ലെഗ് ഓർ പെരിഫറൽ പാർട്ട് ഓഫ് ദ ലെഗ്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. സെൻട്രലി ലൊക്കേറ്റഡ് ആവാം, മിഡ് ലെഗിലായിരിക്കാം, ഓർ പെരിഫറൽ പാർട്ട് ഓഫ് ദ ലെഗ്. ഇതാണ് ലാർജ് സെൽ കാർസിനോമ. നെക്സ്റ്റ് വൺ ആണ് അഡിനോകാർസിനോമ. So adenocarcinoma that we can see in 20 to 25% of the cases. In this we cannot see cavitation ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. And metastasis also very slow process of the metastasis. And it we can see it arises from the bronchial mucus gland. അതായത് അഡിനോകാർസിനോമ it arises from the bronchial mucus gland. ഇതാണ് അഡിനോകാർസിനോമയെ പറ്റി പറയാനുള്ളത്. ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് സ്ക്വാമസ് സെൽ കാർസിനോമ. സോ സ്ക്വാമസ് സെൽ കാർസിനോമ ഈസ് ദ മോസ്റ്റ് കേസസ് ദാറ്റ് വി ക്യാൻ സീ. ദാറ്റ് ഈസ് 30 to 35% ഓഫ് ദ കേസസ് ഈസ് അറൈവ്ഡ് ഫ്രം സ്ക്വാമസ് സെൽ കാർസിനോമ. And it arises from the bronchial epithelium. So squamous cell carcinoma arises from the bronchial epithelium. In this, cavitation may occur. The chance is less and it may occur, and metastasis is not common. So metastasis ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലങ് ക്യാൻസറിൻ്റെ ടൈപ്സ്: സ്മോൾ സെൽ കാർസിനോമ, നോൺ സ്മോൾ സെൽ കാർസിനോമ. ആൻഡ് നോൺ സ്മോൾ സെൽ ലങ് കാർസിനോമ ഈസ് അഗൈൻ ഡിവൈഡ്സ് ഇൻ ടു ലാർജ് സെൽ കാർസിനോമ, അഡിനോ കാർസിനോമ ആൻഡ് സ്ക്വാമസ് സെൽ കാർസിനോമ. സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലങ് ക്യാൻസറിൻ്റെ മെയിൻ കോസസ് എന്താണെന്ന് നമുക്കറിയാം. സ്മോക്കിംഗ്. ഫസ്റ്റ് കോസ് ഈസ് സ്മോക്കിംഗ്. Next one is passive smoking, and third one is occupational exposure to smoking agents. Occupational ആയിട്ടുള്ള ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഏജൻസിന് എക്സ്പോഷർ ഉണ്ടാവാം. പിന്നെ തേർഡ് വൺ ആണ് സം ഫുഡ് പാർട്ടിക്കിൾസ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പിന്നെ എക്സ്പോഷർ ടു സെർട്ടൻ മെറ്റൽസ്. നെക്സ്റ്റ് ടാൽക്ക് ആൻഡ് ടാൽക്കം പൗഡർ. ഇതൊക്കെയാണ് ഈ ലങ് ക്യാൻസറിൻ്റെ കോസസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ അതിൻ്റെ പാത്തോഫിസിയോളജി എന്താണെന്ന് നോക്കാം. പാത്തോഫിസിയോളജി നമ്മൾ എടുക്കുമ്പം ഫസ്റ്റ് ഡ്യൂ ടു ഇത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ഓർ ഡ്യൂ ടു സ്മോക്കിംഗ്. സോ ഡാമേജ് ഒക്കർ ഇൻ ദ നോർമൽ സെൽ സ്ട്രക്ചറിന് ഡാമേജ് ഉണ്ടാവുകയും ദാറ്റ് ലീഡ്സ് ടു കാർസിനോജൻ പാർട്ടിക്കിൾസ് വിൽ ബൈൻഡ് ടു ദ ഡാമേജ്ഡ് സെൽ.
ആ ഡാമേജ്ഡ് സെല്ലിൽ കാർസിനോജൻ പാർട്ടിക്കിൾസ് ബൈൻഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ദാറ്റ് ലീഡ്സ് ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ ന്യൂ സെൽ. That leads to that new cell leads into formation of a daughter cell. So that daughter cell form as a malignant cell. That malignant cell causes or leads to lung cancer. അതാണ് അതിൻ്റെ പാത്തോഫിസിയോളജി എന്ന് പറയുക. നെക്സ്റ്റ് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈൻസ് ആൻഡ് സിംറ്റംസ്: ക്രോണിക് കഫ്, ചെസ്റ്റ് പെയിൻ, സ്പൂട്ടം ഓർ ഹിമോപ്റ്റൈസിസ്, ഹൊയാസിനസ്, weight loss, anorexia, shortness of the breath, tachycardia, and if the lung cancer is spreads to different parts of our body, that leads to swelling of the face, swelling of the shoulders, swelling of the arms, such as clinical manifestation we can see. And the next one is diagnostic evaluation. Diagnostic evaluation is history collection and physical examination is the first method. Next one is CBC, chest x-ray, CT scan, positron emission tomography. ഇതൊക്കെയാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്തത്. നെക്സ്റ്റ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ മാനേജ്മെൻറ്റിൽ ഫസ്റ്റ് വണ്ണാണ് ഫോട്ടോ ഡൈനാമിക് തെറാപ്പി. നെക്സ്റ്റ് വൺ ലേസർ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി, തൊറാസെൻറ്റസിസ്. ഈ മെത്തേഡ്സൊക്കെയാണ് നമ്മൾ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോബെക്ടമി, അതായത് വിച്ച് പാർട്ട് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്യാൻസർ ഓർ വിച്ച് ലോബ് ഈസ് അഫക്റ്റഡ് ബൈ ദ ക്യാൻസർ ഇറ്റ് ഈസ് റിമൂവ്ഡ് ബൈ എ സർജറി, അതാണ് ലോബെക്ടമി. നെക്സ്റ്റ് വണ്ണാണ് ന്യൂമോണെക്ടമി. ന്യൂമോണെക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ലങ് ആണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ക്യാൻസർ ഈസ് ഗോയിങ് ടു സ്പ്രെഡ് ടു ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി, ആ ലങ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ന്യൂമോണെക്ടമി എന്ന് പറയുക. നെക്സ്റ്റ് അതിന് സെഗ്മെൻറ്റെക്ടമി, അതായത് ഏത് സെഗ്മെൻറ്റിൻ്റെ ലങ്ങിൻ്റെ ഏത് സെഗ്മെൻറ്റിനെയാണോ ക്യാൻസർ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സെഗ്മെൻറ്റ് റിമൂവ് ചെയ്യുന്നതിനെയാണ് സെഗ്മെൻറ്റെക്ടമി എന്ന് പറയുക. ഈ 3 സർജിക്കൽ മെത്തേഡ്സ് ആണ് ലങ് ക്യാൻസറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ലങ് ക്യാൻസറിനെ പറ്റി പറയാനുള്ളത്. അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.